Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you all doing? I believe all of you are doing well. മത്തായി 3:11 പഠിക്കുമ്പോൾ When we study the Gospel of Matthew chapter 3 verse 11, അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. it's written, he shall baptize you with the Holy Spirit and with fire. എന്തിനാണ് തീയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം കഴിപ്പിക്കുന്നത്? Why does he baptize with the Holy Spirit and with fire? നിങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ. To make you into a person that is set ablaze. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഗ്നൈറ്റ്. That means ignite. ഇഗ്നൈറ്റ് എന്ന് പറയുമ്പോൾ ജ്വലിപ്പിക്കുക. So what ignite means is to be set ablaze. ഹീബ്രുവിൽ പഠിക്കുമ്പോൾ ബയാർ എന്നാണ്. In the Hebrew it says bayar. എന്നുവെച്ചാൽ കത്തുക. That means to be on fire. അവൻ തീ കൊളുത്തുമ്പോൾ അത് കത്തുന്നു. So when we set things on fire, it catches fire. അപ്പർ റൂമിൽ വെളിപ്പെട്ടത് തീ ഇറങ്ങി അവിടെ ഉള്ളവരെല്ലാം ആത്മാവിൽ കത്തി. What was revealed in the upper room was the fire descended and everyone was set ablaze. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ In our lives, പ്രയർ ലൈഫ് നാം ഏറ്റെടുക്കുകയാണ്. കത്തി ജ്വലിക്കണമെങ്കിൽ for you to be set ablaze, നഷ്ടപ്പെട്ട പ്രയർ ലൈഫ് ഏറ്റെടുക്കണം. we need to return back to our prayer life. ക്ഷമിക്കപ്പെടണം. We need to forgive. പക വെച്ചുകൊണ്ടിരിക്കരുത്. We must not have hatred in ourselves. എല്ലാവരും ആഗ്രഹിക്കുന്നു കത്തി ജ്വലിക്കുവാൻ. Everyone desires to be set ablaze. ഈ കത്തി ജ്വലിക്കുക ഇഗ്നൈറ്റ് എന്നതിന് 3 വാക്കാ. For the word ignite, there are 3 words that are used in the Hebrew. ബയാർ എന്ന് പറഞ്ഞാൽ കത്തുക. Bayar means to be on fire. മറ്റൊരു ഭാഗത്ത് പറയുന്നു ലഹാത്ത്, അതിശക്തമായി ജ്വലിക്കുക. You know, there is some other word that is used for the word ignite, and that is lahat. That is to be set on. യാൽസാദ് എന്ന് പറഞ്ഞാൽ തീയിടുക. And the third word is yatsad, to put on fire. ഇതിന് പറയുന്ന ഒരു പുതിയ തുടക്കം എന്നുള്ളതാണ്. So this means it's a new beginning. നിങ്ങളെ ദൈവം കത്തി ജ്വലിപ്പിക്കാൻ പോവുകയാണ്. God is going to ignite you and set you ablaze. ആമേൻ. നിങ്ങൾ ജ്വലിക്കുന്നവരായി മാറാൻ പോകും. You are going to be turned into a person that's ignited. ഒരു തീപ്പൊരിയുടെ ഉറവിടം നിങ്ങൾക്ക് ദൈവം തരാൻ പോവുകയാണ്. And God is going to give you a source of a spark. നിങ്ങൾക്ക് സ്വന്തമായി കത്താൻ കഴിയത്തില്ല. You are not able to burn on your own. ഒന്നിൽ നിന്നും മറ്റൊന്നിൽ കത്തിക്കും. No, from one the fire is given on to the other. ദൈവത്തിൽ നിന്ന് വരുന്ന അഗ്നി, The fire that comes from God, അത് നമ്മളെ കത്തിക്കുന്നു. it will put us on fire. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. And it is the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. It is the presence of the Holy Spirit. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരും. And the Lord is going to grant it to us into our lives. മനസ്സിലാക്കേണ്ടത് യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ What we need to understand is as Jesus comes into our നമ്മുടെ hearts, അകത്ത് തീയാണ്. there will be a fire within us. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം നടക്കുകയാണ്. And there is a baptism of the Holy Spirit taking place. നമ്മുടെ ജീവിതം മുഴുവനും ദൈവം മാറ്റും. And the Lord is going to turn our lives around. ഹല്ലേലൂയ. Hallelujah. മത്തായി 3:11 പറയുന്നു, In Matthew chapter 3 verse 11 it says, തീയാൽ സ്നാനം കഴിപ്പിക്കും. He will baptize you with the Holy Spirit and with fire. ഇന്ന് നിങ്ങളുടെ ആത്മാവിൽ ഒരു തീപ്പൊരി ഇടാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക. Today request and ask the Holy Spirit to put on a spark in your spirit. ഇന്ന് നിങ്ങൾ ഒരു തീപ്പൊരിയുമായി പോകാൻ പോവുകയാണ്. Today you're going to go ahead with the fire. കത്താൻ പോകും. And it is going to burn all the more. Get ignited. നിങ്ങൾ കത്തി ജ്വലിക്കുന്നവരായി മാറും. You got to be turned to people who are ignited. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവം മാറ്റും. And God is turning your lives around as you listen to this message. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our dear Lord, ഈ വചനം കേൾക്കുന്ന എല്ലാവരും all those who are hearing me, കത്തി ജ്വലിക്കാൻ ഇടയാക്കണം. let them be turned to a people who are set ablaze. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിക്കാൻ ഇടയാക്കണം. Let them be baptized in the Holy Spirit and in the fire. ദൈവരാജ്യത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. Let them experience the presence of the Holy Spirit. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ജൂലൈ മാസം In the month of July, 25, 26 ഇവിടെ സെമിനാർ ഉണ്ട്. 25th and 26th we have a seminar here. അന്ന് നമ്മുടെ ആനിവേഴ്സറിയും കൂടാണ് മെലേക്ക്. And that is the Melek anniversary as well. നിങ്ങളെ എല്ലാവരും വരാൻ ഓർപ്പിക്കുന്നു. So I would like to remind all of you to come. വേഗം വിളിച്ച് ബുക്ക് ചെയ്യാൻ ഓർപ്പിക്കുന്നു. Please call as soon as you can and register. God bless you. Love you. God bless you. I love you.